ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ ലോകാവസാനം വരെയുള്ള മുഴുവൻ മനുഷ്യന്മാരും അല്ലാഹുവിലേക്ക് ഒരുമിച്ച് കൂട്ടപ്പെടുമെന്ന് പടച്ച റബ്ബ് സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ വിവിധങ്ങളായ ഇടങ്ങളിൽ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. ഞാൻ ഓതി കേൾപ്പിച്ച വചനം അതുപോലത്തെ നിരവധി നൂറുകണക്കിന് ആയത്തുകൾ റബ്ബിലേക്കുള്ള മടക്കത്തെ ഓർമ്മപ്പെടുത്തുന്നുണ്ട്. വലഖദ് ജിഅ്തുമൂനാ ഫുറാദാ, നിങ്ങളെല്ലാവരും ഇതാ ഒറ്റക്കൊറ്റക്ക് നമ്മുടെ മുന്നിൽ വന്നിരിക്കുന്നു. കമാ ഖലഖനാകും അവ്വല മറ, എങ്ങനെയാണോ നാം സൃഷ്ടിക്കപ്പെട്ടത്, നമ്മളോട് ചോദിക്കാതെ പറയാതെ അഭിപ്രായം ആരായാതെ നമ്മൾ സെലക്ട് ചെയ്യാതെ നമുക്ക് ജീവനും നമുക്ക് വേണ്ടതെല്ലാം പടച്ച റബ്ബ് നൽകിയെങ്കിൽ ആ റബ്ബ് സുബ്ഹാനഹു വ തആല അവന്റെ അടുക്കലേക്ക് എല്ലാവരും മടക്കപ്പെടുക തന്നെ ചെയ്യും. ജീവിതത്തിൽ നാം സമ്പാദിച്ചു കൂട്ടിയ പണം, നമ്മുടെ വീട്, നമ്മുടെ മക്കൾ, നമ്മുടെ മറ്റെല്ലാതും ഉപേക്ഷിച്ച് ഏകാഗിയായി അല്ലാഹുവിലേക്കുള്ള ഒരു മടക്കമുണ്ടെന്ന് വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്. ഇന്ന ഇലൈനാ ഇയാബഹും സുമ്മ ഇന്ന അലൈനാ ഹിസാബഹും. ഇന്ന ഇയാബഹും ഇലൈന എന്നാണ് പറയേണ്ടത് അറബിയിൽ. പക്ഷെ ഖുർആൻ പ്രയോഗിച്ചത് ഇന്ന ഇലൈന ഇയാബഹും എന്നാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മടക്കം എന്നിലേക്ക് മാത്രമാകുന്നു എന്ന അർത്ഥം കിട്ടാനാണ് ഭാഷയുടെ സാധാരണ പ്രയോഗം മാറ്റി വിശുദ്ധ ഖുർആൻ ഇത്തരത്തിൽ പ്രയോഗിച്ചത് എന്ന് ഖുർആനിന്റെ വ്യാഖ്യാതാക്കൾ നമ്മെ ഓർമ്മപ്പെടുത്തുമ്പോൾ അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്കൊരു മടക്കം നമുക്കെല്ലാവർക്കും ഉണ്ട് എന്ന് വിശുദ്ധ ഖുർആൻ നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്.